നാടൻ ചെമ്മീൻ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയും അതുപോലെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തനി നാടൻ കറിയാണിത്. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിലേക്ക് ഒരു 150 ഗ്രാം നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊരു 2 മുരിങ്ങക്കായ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തൊണ്ടൻ മുളകാണ്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഇനി കുറച്ചും കൂടി ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് ഒരു മാങ്ങയുടെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന കഷ്ണങ്ങളും ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ ഈ കറിയിലേക്ക് ചേർത്തിരിക്കുന്ന ചെമ്മീൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുകയോ അതിൽ കുറവ് ചേർക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെമ്മീൻ വേണമെങ്കിൽ ചെറുത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടായാലും ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 കഷ്ണം ചെറിയുള്ളിയും പിന്നെ 2-3 ഇതള് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് വേഗത്തിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഒരുപാട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെന്ത് കഴിയുമ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നാടനായിട്ടുള്ള മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മാങ്ങ ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ ചേർക്കണേണ് കുറച്ചും കൂടി ടേസ്റ്റ്. നേരിയൊരു മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഗ്രേവിയുടെ അളവ് നിങ്ങൾക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് തിളക്കാനായിട്ട് അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോവും. തിളക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇപ്പോൾ കറിയിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ചേർത്ത മാങ്ങ അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ടാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ചെനച്ച മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒന്ന് കടുക് താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഉണക്കമുളക്, ഉള്ളി, കറിവേപ്പില എന്നിവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ കറിയിലേക്ക് താളിക്കുമ്പോൾ ഉലുവ ചേർക്കാറില്ല. പക്ഷേ ഈ കറിയിൽ ഉലുവ ചേർത്താലേ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. മീൻ കറിയിലൊക്കെ താളിക്കുമ്പോൾ ഉലുവയും കൂടി ചേർത്തിട്ട് താളിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. ഈ താളിച്ചതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്തത് ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള കളറാണിത്. പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു ഓറഞ്ച് കളറായിട്ട് മാറും. അതുപോലെ കാണാനായിട്ട് നല്ല ഭംഗിയും ഉണ്ടാവും. ഇപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കറി ഇതുവരെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.